ബി.ജെ.പിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയൊരു മുന്നേറ്റത്തിനുള്ള അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെടുന്നു. അതിന്റെ സൂചനയാണ് കൃത്യമായി ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു ലീഡർഷിപ്പ് വരുമ്പോൾ നാളിന് വരെ ഇല്ലാത്ത ഒരു വലിയ മുന്നേറ്റം ഈ മാറ്റത്തോടുകൂടി കേരളത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ആദ്യത്തെ ഒരു വെല്ലുവിളി. അത് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ആദ്യം വരുന്നത്. അപ്പോൾ അതിന് പാർട്ടിയെ സജ്ജമാക്കാൻ അതിനൊക്കെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ സജീവമായിരുന്ന ഒരാളല്ല എങ്കിൽ തന്നെയും ആ പാർട്ടി മിഷണറിയൊക്കെ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും പാർട്ടി മിഷണറിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് എണ്ണയിട്ട യന്ത്രം പോലെയുള്ള കൃത്യമായ ഒരു മിഷണറി നിലവിലുണ്ട്. അത് ചലിക്കുന്നത് ആര് പ്രസിഡന്റ് എന്ന് നോക്കിയിട്ടല്ല. അപ്പോൾ അദ്ദേഹം ദേശീയ നേതൃത്വം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ ഒരു തുടർച്ചയായിട്ട് നാളിതുവരെ ഈ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് വലിയൊരു മുന്നേറ്റമുണ്ടാകും. പൊന്നമംഗലം ഗോപൻ അദ്ദേഹം തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. തിരുവനന്തപുരം നഗരസഭയിൽ വലിയ പോരാട്ടമാണ് ബി.ജെ.പി. അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ പ്രതിപക്ഷമാണ്, ശക്തമായ പ്രതിപക്ഷമാണ്. പുതിയ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നഗരസഭ പിടിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ട്. ശക്തമായ മുന്നേറ്റം പാർട്ടി നടത്തും. അതിന് ശക്തമായ നേതൃത്വമാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളെക്കാൾ വ്യത്യസ്തമായ രീതിയിലുള്ള ശക്തമായ പോരാട്ടം തിരുവനന്തപുരം നഗരസഭയിലുണ്ടാവും. അങ്ങ് പ്രതിപക്ഷ നേതാവാണ്. നഗരസഭയിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പോരാട്ടമൊക്കെ കണ്ടതും ഒപ്പം ഉണ്ടായിരുന്നതുമാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത്? അദ്ദേഹം 100% സംഘടനാ കാര്യകർത്താവാണ്. സാധാരണ പ്രവർത്തകന്റെ കൂടെ നിന്ന് പ്രവർത്തകന് ശൈലിയെക്കുറിച്ച് അറിയുന്നതാണ്. ഒരു പ്രവർത്തനം ജോലി നമ്മളെ ഏൽപ്പിച്ചാൽ അതിന് റിസൾട്ട് ഉണ്ടാകുമോ എന്ന് പരിശോധിക്കപ്പെടുന്ന ആളാണ്. 100% പാർട്ടിയുടെ ഏറ്റവും ഒരു വലിയ മുതൽക്കൂട്ടാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്. പുതിയ അധ്യക്ഷനെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്മാരും അനുഭാവികളും അനുയായികളും അതേപോലെ കേരളീയ പൊതുസമൂഹവും സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് ഉചിതമായ തീരുമാനമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ ബി.ജെ.പി. വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു അദ്ദേഹം തിരുവനന്തപുരത്ത് മാത്രമാണ് മത്സരിച്ച് വന്നത്. പക്ഷെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഒരു മുന്നേറ്റം സംസ്ഥാനം ആകെ ഉണ്ടാക്കാൻ കഴിയുമെന്ന്. അതായത് 2019 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ശശി തരൂര് 1,00,000 അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ ഭൂരിപക്ഷത്തെ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് 16,000 കുറച്ചു കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ജനപിന്തുണയും ജനസ്വാധീനവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അത് കേരളം മുഴുവൻ ആ സ്വാധീനവും ജനപിന്തുണ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. അതടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും തുടർന്ന് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രകടമാകാൻ വേണ്ടി പോകുന്നു. മുക്കമ്പാലമൂട് ബിജു അദ്ദേഹം തിരുവനന്തപുരം ജില്ലയെ ഇപ്പോൾ 3 പാർട്ടിയുടെ ഭരണ സംവിധാനത്തിനായി 3ആയി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നിന്റെ അധ്യക്ഷനാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അങ്ങുകൂടി കണ്ടതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പോരാട്ട വീര്യവുമൊക്കെ. എങ്ങനെയാണ് അത് സംഘടനയുടെ തലപ്പത്ത് അദ്ദേഹം വരുമ്പോൾ അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ്, ഏറ്റവും ആദ്യത്തെ വെല്ലുവിളിയാണ്. എങ്ങനെയായിരിക്കും എന്നാണ് വിലയിരുത്തുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കേരളത്തിൽ ബി.ജെ.പിക്കും എൻ.ഡി.എക്ക് നേടാൻ സാധിക്കും. കാരണം രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു വ്യക്തി ബി.ജെ.പിയുടെ തലപ്പത്ത് വന്നത് പാർട്ടിക്ക് വളരെ ഗുണകരമായി മാറും. അത് ഇലക്ഷനിൽ പ്രതിഫലിക്കും. ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രകടിപ്പിച്ചത്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുക തന്നെ ചെയ്തു. രാജീവ് ചന്ദ്രശേഖരജിയിലേക്ക് കൈമാറുമ്പോൾ 20% വോട്ടും അതോടൊപ്പം തന്നെ പാർലമെന്റിൽ ഒരു ജനപ്രതിനിധിയും ഉള്ള ഒരു സാഹചര്യം വരെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടി. രാജീവ് ചന്ദ്രശേഖർജിയെ പോലെ സമൂഹത്തിൽ നിരവധി മേഖലകളിൽ ഒരു ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യുന്നതിലുപരിയുള്ള മേഖലകളിൽ പ്രവർത്തിച്ച് വിജയിച്ച ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ട്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തിലൂടെ പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടും എന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. രാജീവ് ചന്ദ്രശേഖരൻ നമ്മുടെ തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹം കണ്ണൂരിലെ പുതിയാപ്പിളയാണ്. അദ്ദേഹം 3 തവണ രാജ്യസഭ MP എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ തിളങ്ങിയ ആളാണ്. ഒരുപക്ഷെ ഒരു ഡിജിറ്റൽ ഇന്ത്യക്ക് വലിയ ശക്തിയും പ്രചോദനവുമായിരുന്നു അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രിസ്ഥാനം. ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിന് നമ്മുടെ ന്യൂ ജനറേഷനൊക്കെ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ പറ്റിയ
വലിയ കരിസ്മാറ്റിക് ശക്തിയുള്ള ഒരു നേതാവിനെയാണ് കേന്ദ്ര നേതൃത്വം ഞങ്ങൾക്ക് പ്രസിഡന്റായി തന്നിട്ടുള്ളത്. ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് കേരളത്തിലെ പാർട്ടി ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു വലിയ മുന്നേറ്റത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധി പ്രചോദനമാകും, ഒരു ശക്തിയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുതിയ പ്രസിഡന്റാണ്, പക്ഷെ പുതിയ വ്യക്തിത്വമല്ല. ഒരുപാട് നാളായിട്ട് ഫീൽഡിലാണ്. ഒരു വിശ്വ പൗരൻ എന്ന് ഏത് നിലയ്ക്കും വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ്. വളരെ നന്നായിട്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം ശ്രീ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ കാലയളവിൽ വളരെ നന്നായിട്ട് ചെയ്തു വെച്ച കുറെ പടവുകൾ താണ്ടിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് പോകാൻ ഇദ്ദേഹത്തിന് സാധിക്കും. അത് മാത്രമല്ല, പുതിയൊരു രസതന്ത്രം, പുതിയൊരു കെമിസ്ട്രി നമ്മുടെ പൊളിറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകുമ്പോൾ നിങ്ങൾ തന്നെ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് അഭിപ്രായം രൂപീകരിക്കുന്നത്? ആദ്യം മീഡിയയെ നോക്കും. അപ്പോൾ എങ്ങനെയാണ് പബ്ലിക്കിന്റെ അഭിപ്രായം എന്ന് പറയും. നിങ്ങളെല്ലാ മീഡിയയും, കേരളത്തിലെ എല്ലാ മീഡിയയും നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ വളരെ മിതത്വത്തോടുകൂടിയും അതുപോലെ തന്നെ അനുകൂലിക്കുന്ന രീതിയിലുമാണ് പറഞ്ഞത്. അതായത് അവര് പ്രവർത്തിക്കട്ടെ എന്നുള്ള ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുവരെയും കേരളത്തിൽ കാണാത്ത രീതിയിൽ എല്ലാവരും പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. മറ്റ് സമൂഹത്തിലുള്ളവരും എല്ലാ രംഗത്തുമുള്ളവർ, വിദ്യാഭ്യാസ രംഗത്തുള്ളവർ, ബിസിനസ് രംഗത്തുള്ളവർ, അതുപോലെ തന്നെ പാവപ്പെട്ടവർ, എല്ലാവരും നല്ല രീതിയിലാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരയുടെ ഈ പ്രസിഡന്റ്ഷിപ്പിനെ പറ്റി പറയുന്നത്, BJPയുടെ പ്രസിഡന്റായതിനെ പറ്റി പറയുന്നത്. അത് തന്നെയാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം. അങ്ങനെയാണല്ലോ, ഞങ്ങൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ സുരേഷ് ഗോപിയിലൂടെ ലോക്സഭയിലൊരു മെമ്പർ ഉണ്ടാകുന്നു. എല്ലാവരും, നിങ്ങളും എല്ലാവരും പറയുന്നത് BJP വളർന്നുകൊണ്ടിരിക്കുന്നു. 20 എന്നുള്ളത് 25% വോട്ട് ഷെയർ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ രീതിയിലുള്ള വളർച്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.